ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി അതിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ അതും ക്യാൻസറുമായിട്ട് എന്താണ് കണക്ഷൻ? ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി നമ്മൾ ഈ എൻഡോമെട്രിയൽ ക്യാൻസറിനെ കുറിച്ചുള്ള ഇതിൽ വരുമ്പം നമ്മൾ എൻഡോമെട്രിയൽ ക്യാൻസറിലാണ് ഏറ്റവും പ്രധാനം. അതൊരു ഈസ്ട്രജൻ ഡിപ്പെൻഡൻറ്റ് ക്യാൻസറാണ്. അപ്പം നമ്മൾ ഈ പലർക്കും ഈ മെനപ്പോസൽ ടൈമിൽ ഹോട്ട് ഫ്ലഷസ് വരും. അതുപോലെ യൂട്രസ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോട്ട് ഫ്ലഷ് ഭയങ്കര ലേഡീസിന് വലിയ ബുദ്ധിമുട്ട് വരും. മെനപ്പോസൽ സിൻഡ്രോം എന്ന് പറയും. അത് വളരെ വളരെ ഡിസ്കംഫർട്ടിങ്ങാണ്. ഭയങ്കര പെട്ടെന്ന് ചൂട് വന്ന് ചിലപ്പോൾ തലകറങ്ങുന്ന പോലെയൊക്കെ വരും. അപ്പം അതിൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം ചിലപ്പോഴും ഈ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് അവിടെയാണ് ഈസ്ട്രജൻ റീപ്ലേസ്മെൻറ്റ്. അപ്പം അത് കുറച്ചുകൂടെ ലേഡീസിനെ യങ്ങായിട്ട് നിർത്താനും നമ്മുടെ സ്കിന്നിൻ്റെയൊക്കെ ടെക്സ്ചർ നിലനിർത്താനും ഒക്കെ ബെനിഫിഷ്യലായിരുന്നു. അതും വെരി ഹൈ ഡോസിൽ ഒരു കാലഘട്ടത്തിൽ എടുത്തിരുന്നു. അത് എൻഡോമെട്രിയൽ ക്യാൻസറിലേക്ക് പോയി. പക്ഷേ ഇപ്പം നമ്മൾ അത് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഈ യൂട്രസ് ഉള്ളവർക്ക് ഈസ്ട്രജൻ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പ്രൊജസ്ട്രോണും കൂടെ കൊടുത്തുകൊണ്ട് മാത്രമേ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എടുക്കാനും പാടുള്ളൂ. യൂട്രസ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടെ എടുത്തോണ്ടേ പാടുള്ളൂ. പക്ഷേ അതുകൊണ്ട് അങ്ങനത്തെ ക്യാൻസറുകൾ ഇപ്പം കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്ക് അത് വരികയില്ല. യൂഷ്വലി അതായത് ഹോർമോൺ റീപ്ലേസ്മെൻറ്റിൻ്റെ പേരിൽ ഇപ്പം വരാറില്ല. പക്ഷേ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് വേണ്ടി എടുക്കുന്ന ഒരു ടെമോക്സിഫിൻ എന്നൊക്കെ പറഞ്ഞൊരു മരുന്നുണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 5 വർഷം 10 വർഷമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ക്യാൻസറുകൾ വരാനുള്ള അതായത് അത് ഈ ഹോർമോണുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് അവർക്ക് എൻഡോമെട്രിയൽ ക്യാൻസറിന് വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് സ്ക്രീനിങ് ചെയ്തുകൊണ്ടിരിക്കണം. എൻഡോമെട്രിയൽ ക്യാൻസർ നമ്മൾ ഏർലി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒരു എൻഡോമെട്രിയൽ ബയോപ്സി ഉണ്ട്. അതുപോലെ അൾട്രാസൗണ്ട് സ്കാൻ വെച്ചിട്ട് എൻഡോമെട്രിയസിൻ്റെ തിക്നെസ് നോക്കിക്കൊണ്ടിരിക്കുക. അത് പോസ്റ്റ് മെനപ്പോസിലാണെങ്കിൽ അതായത് പീരിയഡ്സ് നിന്ന് കഴിഞ്ഞ് മെനപ്പോസ് വന്ന ലേഡീസിലാണ് എൻഡോമെട്രിയൽ ക്യാൻസർ കൂടുതൽ ഉണ്ടാകുന്നത്. കൊച്ചുകുട്ടികളിലും 28 വയസ്സിലും 25 വയസ്സിലും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. അത് റെയറാണ്. പക്ഷെ കൂടുതൽ വരുന്നത് പെരിമെനപ്പോസൽ ആൻഡ് പോസ്റ്റ് മെനപ്പോസൽ ലേഡീസാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇത് നോക്കി ഇപ്പം ഒരു അബ്നോർമൽ ബ്ലീഡിങ് ആണോ എൻഡോമെട്രിയം ചെക്ക് ചെയ്യുക. എൻഡോമെട്രിയം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് ഹൈപ്പോപ്ലാസ്റ്റിക് എൻഡോമെട്രിയം എന്ന് പറയും. അപ്പോൾ അതിലൊക്കെയാണ് ഇന്നിപ്പോൾ ഹിസ്റ്റക്ടമി ചെയ്യുന്നത്. ശരിക്കും എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേസിയ എന്നുള്ള ഒരു ഡയഗ്നോസാണ് ബയോപ്സിക്കകത്ത് വരുന്നതെങ്കിൽ അതിന് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാം. അവിടെ നമ്മൾ ഹോർമോൺ റീപ്ലേസ് ചെയ്യുന്ന ഈസ്ട്രജൻ അല്ല. നമുക്ക് ഈ ഹോട്ട് ഫ്ലഷിനും മെനപ്പോസൽ സിംറ്റംസിനാണ് ഈസ്ട്രജൻ റീപ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഈ പ്രൊജസ്ട്രോൺ റീപ്ലേസ്മെന്റ് പലപ്പോഴും നമ്മളുടെ യൂട്രൈൻ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ വളരെ ബെനിഫിഷ്യലാണ്. അപ്പോൾ അതായത് ആ പീരിയഡ്സ് കറക്റ്റ് യൂട്രസ് ഉണ്ടോ നമ്മൾ ആ പീരിയഡ്സ് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈവൻ ഏർലി സ്റ്റേജ് ഇപ്പം നമ്മൾ എൻഡോമെട്രിയൽ ഹൈപ്പോപ്ലേസിയ ഉണ്ട്, പിന്നെ ഒരു അഡനോമാറ്റൽ ഹൈപ്പോപ്ലേസിയ ഉണ്ട്. ഇതൊക്കെ പ്രീ ക്യാൻസറസ് ആയിട്ടാണ് കാണുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.